പശ്ചിമേഷ്യയിലെ US സൈനിക സാന്നിധ്യത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഇറാന്റെ ആക്രമണ പരമ്പരയിൽ സംഭവിച്ചത് സങ്കല്പാതീതമായ നാശനഷ്ടങ്ങളാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഔദ്യോഗികമായി പുറത്തുവന്ന കണക്കുകളേക്കാൾ എത്രയോ മടങ്ങു വലുതാണ് തകർക്കപ്പെട്ട സൈനിക ആസ്തികളെന്ന് ഉപഗ്രഹ ചിത്രങ്ങളെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരിയിൽ ആരംഭിച്ച സംഘർഷത്തിന് ശേഷം ഏകദേശം 228 സൈനിക ആസ്തികളെങ്കിലും ഇറാൻ പൂർണ്ണമായോ ഭാഗികമായോ തകർത്തിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ആക്രമണങ്ങളിൽ US സൈന്യത്തിന്റെ നട്ടെല്ലൊടിക്കുന്ന നീക്കങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പശ്ചിമേഷ്യയിലെ 15 പ്രധാന സൈനിക താവളങ്ങളിലായി 217 കെട്ടിടങ്ങളും 11 അത്യാധുനിക യുദ്ധോപകരണങ്ങളും തകർക്കപ്പെട്ടു. ഇതിൽ ഖത്തറിലെ അൽ-ഉദൈദ എയർബേസിലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സൈറ്റ്, ബഹ്റൈനിലെയും കുവൈറ്റിലെയും പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ റഡാർ സംവിധാനങ്ങളെ വെട്ടിച്ച് ഡ്രോണുകളും മിസൈലുകളും കൃത്യമായി ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ഇറാന് സാധിച്ചു എന്നത് പെന്റഗണിനെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. US സൈന്യത്തിന്റെ പ്രതിരോധ ശേഷിയേക്കാൾ ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യ ഒരു പടി മുന്നിലാണെന്ന് സൈനിക വിദഗ്ധർ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. ആക്രമണത്തിന്റെ ആഴം പുറം ലോകം അറിയാതിരിക്കാൻ US സർക്കാർ കർശനമായ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരുന്നു. സ്വകാര്യ സാറ്റലൈറ്റ് കമ്പനികളിൽ നിന്ന് ലഭിക്കേണ്ട ദൃശ്യങ്ങൾ പോലും തടയപ്പെട്ടു. എന്നാൽ യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് സാറ്റലൈറ്റ് ഡാറ്റയും ഇറാൻ അനുകൂല ഏജൻസികൾ പുറത്തുവിട്ട ഹൈ റെസല്യൂഷൻ ചിത്രങ്ങളും ഒത്തുനോക്കിയാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഈ നിഗമനത്തിലെത്തിയത്. സുപ്രധാനമായ വിമാനങ്ങൾ, ഹാങ്കറുകൾ, ഇന്ധന ഡിപ്പോകൾ എന്നിവ തകർന്നതിന്റെ വ്യക്തമായ തെളിവുകൾ ഈ ചിത്രത്തിലുണ്ട്. മനുഷ്യജീവനും സൈനിക ആസ്തികൾക്കും നേരിട്ട നഷ്ടം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കുവൈറ്റിലും സൗദി അറേബ്യയിലുമായി 7 US സൈനികർ കൊല്ലപ്പെടുകയും 400-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഹോർമസ് കടലിടുക്കിന് മുകളിൽ വെച്ച് US വ്യോമസേനയുടെ KC-135 സ്ട്രോട്ടോ ടാങ്കർ വിമാനം കാണാതായത് ഇപ്പോഴും ദുരൂഹതയായി തുടരുന്നു. ഏകദേശം 40 മുതൽ 50 ബില്യൺ ഡോളർ വിലയുള്ള സാമ്പത്തിക നഷ്ടമാണ് US സൈന്യത്തിന് ഉണ്ടായിരിക്കുന്നത്. ഇറാൻ ഇനിയും ആക്രമണം തുടരുമെന്ന ഭീഷണിയെ തുടർന്ന് പല താവളങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥരെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പശ്ചിമേഷ്യൻ നയതന്ത്രത്തെയും സൈനികാധിപത്യത്തെയും ചോദ്യം ചെയ്യുന്നതാണ് നിലവിലെ ഈ സാഹചര്യങ്ങൾ.